ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. യേശുവിൻ വാക്കു കാക്കുവാൻ യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കെന്നെ നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. പ്രാർത്ഥനയാലെപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിത. നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിത. ഉറപ്പിക്കെന്നെ നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. അനേകരും തീരെ പിന്മാറി ഖേദിക്കും. ധീരത നൽകുകേശുവേ, വീരനാം സാക്ഷിയാക്കുക. ധീരത നൽകുകേശുവേ, വീരനാം സാക്ഷിയാക്കുക. ഉറപ്പിക്കെന്നെ നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. നഷ്ടമതിൽ കൊണ്ടാടുവാൻ ശക്തിയരുൾക നാഥനെ, ഭക്തിയിൽ പൂർണ്ണനാക്കുക. ശക്തിയരുൾക നാഥനെ, ഭക്തിയിൽ പൂർണ്ണനാക്കുക. ഉറപ്പിക്കെന്നെ നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ.
യേശുവിൻ കൂടെ വാഴുവാൻ, യേശുവിൽ നിത്യം ചേരുവാൻ, ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവിൽ നിത്യം ചേരുവാൻ, ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കെന്നെ നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 9-10 വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 9-10 വാക്യങ്ങൾ. യബ്ബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവന്റെ അമ്മ, ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു. യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം യബ്ബേസ് എന്ന് പറയുന്ന ഒരു ദൈവത്തിലാണ്. പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച ഒരു യഹൂദ ഗോത്രക്കാരൻ യബ്ബേസ്. ദൈവത്തിന് സ്തോത്രം. കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചൊന്നും വേദപുസ്തകത്തിൽ പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെക്കുറിച്ചോ മാതാക്കന്മാരെക്കുറിച്ചോ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ആകെ 2 വാചകം മാത്രം ആയുസ്സുള്ള ഒരാൾ. പക്ഷേ ദൈവമക്കളെ, അദ്ദേഹത്തെ എടുത്തു പറയാൻ കാരണം, വലിയ പ്രാധാന്യമൊന്നും അർഹിക്കാത്ത യബ്ബേസ് വേദപുസ്തകത്തിൽ സ്ഥാനം പിടിക്കാൻ കാരണം, അദ്ദേഹത്തെ വ്യതിരിക്തനാക്കിയത്, ഡിഫറൻ്റ് ആക്കിയത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതമാണ്. ചിന്തിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. യബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവൻ്റെ അമ്മ, ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു. പേര് തന്നെ ദുഃഖപുത്രൻ എന്നാണ്. യബ്ബേസ് എന്ന് പറയുന്നതായ പേരിൻ്റെ അർത്ഥം സോറോ മേക്കർ, കണ്ണുനീരുണ്ടാക്കുന്നതാണ്, വേദന ഉണ്ടാക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. സോറോ മേക്കർ എന്ന് പറയില്ലേ, പലഹാരം ഉണ്ടാക്കുന്ന, മധുരം ഉണ്ടാക്കുന്ന പറഞ്ഞു. പക്ഷേ ഇത് കണ്ണിന് വേദന ഉണ്ടാക്കുന്നതാണ്. അമ്മ പേരിട്ടതാണ്. അത് പ്രസവത്തിലും തുടർന്നുള്ളതായ ജീവിതത്തിലും ദൈവത്തിന് സ്തോത്രം, ഗർഭസ്ഥ ശിശുവിനെ കൊണ്ടു നടക്കുന്ന സമയത്തും എല്ലാം അമ്മ വലിയ വേദന അനുഭവിച്ചിട്ടുണ്ടാകും. എന്താണ് കാര്യം എന്നൊന്നും ഇതിനകത്ത് വളരെ വ്യക്തമായി പറയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഐ ബെയർ ഹിം വിത്ത് സോറോ. ഞാൻ അവനൊരു വേദനാപുത്രനാണ്. ഹല്ലേലൂയ. ദൈവം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവമക്കളെ, ജന്മം കൊണ്ട് നമ്മളെല്ലാവരും അങ്ങനെയല്ലേ? ഞാൻ നിങ്ങളോട് പറയുകയാണ്, ആർക്കും വേദന കൊടുക്കാത്തതായ അമ്മയ്ക്കോ അപ്പനോ കുടുംബത്തിലുള്ളവർക്കോ കൂട്ടായ്മയിലുള്ളവർക്കോ അയൽവാസികൾക്കോ ഇതുവരെയും സാറേ ഞാനൊരു വേദന കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന പ്രാഗൽഭ്യമുള്ളവരെന്ന് കൈവക്കാൻ പറഞ്ഞ ആരെങ്കിലും ഉണ്ടാകുമോ? എന്തുമാത്രം കരയിപ്പിച്ചിട്ടുണ്ട്, എന്തുമാത്രം ദുഃഖം അനേകർക്ക് നൽകിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അമ്മ കൊടുത്ത പേര് ദുഃഖപുത്രൻ എന്നാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് സമ്പാദിച്ചൊരു പേരുണ്ട്. ഒന്നോടെ വായിച്ച്, ആദ്യത്തെ വാക്യം ഒന്ന് വായിച്ച്, 9-ാമത്തെ വാക്യം. യബ്ബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. കേട്ടോ നിങ്ങളെല്ലാവരും? എല്ലാവരും ഒന്ന് കരുതലോട് ഉണർന്നിരുന്നേ. ജന്മന നമ്മൾ ചീത്തയാണ്. ബൈ ബർത്ത് വി ആർ സിന്നേഴ്സ്, വി ആർ സിൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രകൃതിയാ നമ്മൾ മുഴുവൻ പാപികളാണ്, നമ്മൾ അശുദ്ധരാണ്, കൊള്ളുകയില്ലാത്തവരാണ്. ചിന്തകളും വികാരങ്ങളും സ്വപ്നങ്ങളും, ഏത് അവയവ ദൈവമക്കളെ നന്മയുള്ളത്? ദൈവത്തിൻ്റെ സ്തോത്രം. അത് ജന്മന സമ്പാദിച്ച പേര് ദുഃഖപുത്രൻ എന്നാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ജീവിതം കൊണ്ട് നേടിയത് എല്ലാവരേക്കാൾ ശ്രേഷ്ഠൻ എന്നാണ്. ഓണറബിൾ എബവ് ഹിസ് ബ്രദേഴ്സ്. ദൈവത്തിന് സ്തോത്രം. അവൻ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യൻ ആയിരുന്നു, ശ്രേഷ്ഠനായിരുന്നു. നേടിയെടുക്കാവുന്ന നിങ്ങൾക്ക്. ദൈവം ആരുമായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, ഏത് കുടുംബ പശ്ചാത്തലം ചീത്തയായിക്കൊള്ളട്ടെ, ശാപഗ്രസ്തമായിരിക്കുന്ന കുടുംബമായിക്കൊള്ളട്ടെ, പട്ടിണി കിടക്കുന്ന കുടുംബമായിക്കൊള്ളട്ടെ, രോഗം കാറുന്ന ശരീരമായിക്കൊള്ളട്ടെ, ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, മോസ്റ്റ് ഓണറബിൾ,
എല്ലാവരിലും ശ്രേഷ്ഠനാണ്. കാരണം അകത്തൊരാത്മാവിൻ്റെ ദീപം കത്തുന്നുണ്ട്, വേറെ ഒന്നുമല്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ജീവിച്ച് കാണിച്ചതായ പേര് അവൻ മാന്യനെന്നാണ്. ഒരു ചീത്ത പേരുണ്ടാക്കാൻ അധികം സമയമൊന്നും വേണ്ട. നല്ല പേര് കളഞ്ഞു കുളിക്കാനും ഒട്ടും സമയം വേണ്ട. ദൈവത്തിന് സ്തോത്രം. കുടുംബത്തിൻ്റെ പേര് കളങ്കപ്പെടുത്താൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഒരു സൽപ്പേര് സമ്പാദിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. നിങ്ങൾ ഓരോരുത്തരും സൽപ്പേര് സമ്പാദിക്കുന്നവരായിരിക്കണം. കാരണം എങ്ങനെ ജനിച്ചു എന്നുള്ളതിനേക്കാൾ പ്രാധാന്യം എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായി ദൈവത്തിന് സ്തോത്രം, പഴയ കാലം കഴിഞ്ഞുപോയി. എൻ്റെ ജീവിതത്തിൽ ദുർഗന്ധം പരത്തുന്ന അനേക രംഗങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഫ്രം ടുഡേ ഓൺവേഴ്സ് ഐ വിൽ നെവർ ബി ദി സെയിം. നിങ്ങളും തീരുമാനിച്ച്, ഓരോരുത്തരും അങ്ങ് തീരുമാനിച്ചു. മറ്റേ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊന്നും നോക്കണ്ട. നിങ്ങൾ വ്യക്തിപരമായി അങ്ങ് തീരുമാനിക്കണം. ഞാനെന്ന് പറയുന്ന വ്യക്തി മറ്റുള്ളവർക്കോ ദൈവത്തിനോ വേദനയുടെ കണിക കൊടുക്കാതെ ദൈവത്തെയും മനുഷ്യനെയും പ്രസാദിപ്പിക്കുന്ന ദൈവമക്കളായി മാറും. ആരും എന്തും പറഞ്ഞോട്ടെ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇന്നും ഞാൻ പ്രാർത്ഥിച്ചു, മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും മുൻപിൽ കുറ്റമില്ലാത്തൊരു മനസാക്ഷിയുമായിട്ട് ജീവിക്കണം. ആരും എന്തും പറഞ്ഞോട്ടെ, ഏത് വിമർശനങ്ങളും വന്നോട്ടെ, ഹൃദയങ്ങൾ കാണുന്ന ദൈവം. അതാണ് ജീവിതത്തിൻ്റെ പ്രാഗൽഭ്യം എന്ന് പറയുന്നത്. നിങ്ങൾ മറ്റൊന്നിലേക്ക് നോക്കണ്ട, മറ്റ് യാതൊന്നിലേക്ക് നോക്കണ്ട. ആ പാവപ്പെട്ടതായ ഒരു സ്ത്രീ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽക്കൽ വീണ് ആ സ്വച്ഛജടമാംസി തൈലത്തിൻ്റെ പാത്രം പൊട്ടിച്ച് യേശുവിൻ്റെ കാൽക്കൽ ഒഴിച്ചു. ദൈവത്തിന് സൗരഭ്യം കൊണ്ട് വീട് മുഴുവൻ നിറഞ്ഞു. വലിയ വിമർശനം ഉണ്ടായി. ആരിൽ നിന്നാ? അക്രൈസ്തവരിൽ നിന്നല്ല, ശിഷ്യന്മാരിൽ നിന്ന് പോലും വലിയ വിമർശനം. അത് വിറ്റ് 300 വെള്ളിക്കാശിന് കൊടുത്തിരുന്നുവെങ്കിൽ പാവപ്പെട്ടവർക്ക് കൊടുക്കാമായിരുന്നല്ലോ. ആര് കേട്ടാലും നല്ല ഒരാശയമല്ലേ പറഞ്ഞത്. പലരും ദൈവമക്കളെ വിമർശിക്കുന്നതിൻ്റെ പിന്നിൽ കാര്യമുണ്ടെന്ന് തോന്നിയേക്കാം. ദൈവത്തിന് സ്തോത്രം. പക്ഷെ അവിടെ വലിയൊരു മർമ്മമുണ്ട്. എന്നാ പറയാവോ? അവിടെ ഒരു വലിയ മർമ്മമുണ്ട്. കർത്താവായ യേശുക്രിസ്തു, ഇവൾ എന്നിൽ നല്ല കാര്യമാണ് ചെയ്തത്. വചനം ഘോഷിക്കപ്പെടുന്ന, സുവിശേഷം പറയുന്ന എല്ലായിടത്തും ഈ രംഗം നിങ്ങൾ വിശദീകരിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് ആത്മീയ രംഗത്ത് പ്രവർത്തിക്കുന്ന മക്കൾക്കും ജീവിതത്തിൽ വ്യക്തമായി വേണ്ടതായിരിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. എന്നാണെന്നറിയാമോ? മനുഷ്യൻ എന്തു പറയുന്നു എന്നുള്ളതിന് വില കൊടുക്കണ്ട. വിമർശകർക്കല്ല വില കൊടുക്കേണ്ടത്, ദൈവത്തിന് സ്തോത്രം. പക്ഷെ കർത്താവ് എന്തു പറയുന്നു? ഈസ് ഹി പ്ലീസ്? ദൈവം എന്നിൽ പ്രസാദിക്കുന്നുണ്ടോ? അത് മാത്രം നോക്കിയാൽ നിരാശപ്പെടേണ്ടി വരില്ല. ആ മർമ്മം നിങ്ങൾക്ക് മനസ്സിലായോ? ആരും എന്തും പറഞ്ഞു കൊള്ളട്ടെ, ദൈവമക്കൾ അതല്ല, ആരുടെയും വായടയ്ക്കാൻ ഒക്കില്ല. പക്ഷേ ദൈവം എന്നെക്കുറിച്ച് എന്തു പറയുന്നു? ഏൽപ്പിച്ച ഉത്തരവാദിത്വം എന്തുമാത്രം ആത്മാർത്ഥയോടെ ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ മനസാക്ഷി എന്നെ കുറ്റം വിധിക്കരുത്. കേടുവന്ന മനസാക്ഷിയല്ല, ദൈവസന്നിധിയിൽ ഉള്ളം കൊണ്ട് പ്രാഗൽഭ്യമുണ്ടായിരിക്കണം. ഹല്ലേലൂയ. പക്ഷേ ദൈവമക്കളെ, അദ്ദേഹത്തെ ഇത്രമാത്രം വ്യതിരിക്തനാക്കിയത്, പ്രാധാന്യം അർഹിക്കാൻ കാരണം എന്താണെന്നറിയാമോ? ഒരു ചെറിയ പ്രാർത്ഥന. ദൈവത്തിന് എ ഷോർട്ട് പ്രയർ, ഒരു ചെറിയ പ്രാർത്ഥന, ആകെ 5 വാക്കുകൾ മാത്രം. അത് വളരെ ഹ്രസ്വമാണ്, പക്ഷെ വളരെ ശ്രേഷ്ഠമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അതിനകത്ത് പറയുന്നതായ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ദൈവത്തോട് പ്രാർത്ഥിച്ചു. വളരെ ലളിതമായ പ്രാർത്ഥന, സിമ്പിൾ. വളരെ ഹ്രസ്വമായ പ്രാർത്ഥന, ഷോർട്ട്. വളരെ മധുരമായിരിക്കുന്ന പ്രാർത്ഥന, സ്വീറ്റ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലോ? സിമ്പിൾ, ഷോർട്ട് ആൻഡ് സ്വീറ്റ്. നമ്മുടെ പ്രാർത്ഥനകൾ, പ്രത്യേകിച്ച് പൊതുസ്ഥലത്ത് ഇതുപോലെയുള്ള കൂട്ടായ്മയിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഷോർട്ടായിരിക്കണം. പക്ഷെ നിങ്ങൾക്കറിയാം ഒരു മർമ്മം, ഷോർട്ട് ഈസ് ഓൾവേസ് സ്വീറ്റ്. ഷോർട്ട് ഈസ് സ്വീറ്റ്. ദൈവത്തിൻ്റെ സ്തോത്രം. വലിയ വിശാലമായ കാര്യങ്ങളിലേക്കൊന്നും പോകണ്ട, എല്ലാം കാട് കയറിയൊന്നും പ്രാർത്ഥിക്കാൻ പോകണ്ട. പക്ഷെ മധുരമായിരിക്കണം ആ വാക്കുകൾ, ആത്മാവിന് നിറവായിരിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. ഇസ്രായേലിൻ്റെ ദൈവത്തോട് യബ്ബേസ് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന 5 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്താ വായിച്ചേ? യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. ദൈവത്തിന് സ്തോത്രം. Thou would bless me indeed. ദൈവമക്കളെ,
പുതിയ വിഷയമൊന്നുമല്ല, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ഈ പറയുന്നത്. ഞാൻ ഇന്നലെയൊക്കെ വാസ്തവത്തിൽ ചിന്തിച്ചു, ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ കൂട്ടായ്മയിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. സ്വർഗഭണ്ഡാരം അനുഗ്രഹം നിറഞ്ഞിരിക്കുകയാണ്. എഫെസ്യർക്ക് ലേഖനം 1-ാം അധ്യായത്തിന് 3-ാമത്തെ വാക്യം കൊണ്ട് എടുത്തു വയ്ക്കും. സ്വർഗഭണ്ഡാരം നിറഞ്ഞിരിക്കുകയാണ്. ആ സ്വർഗഭണ്ഡാരം തുറന്നിരിക്കുന്ന രംഗത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. അനുഗ്രഹം നിറച്ചു വച്ചിരിക്കുന്ന സ്വർഗഭണ്ഡാരം തുറന്നിരിക്കുന്ന രംഗം. ദൈവമക്കളെ, ഒരു പാവപ്പെട്ട സഹോദരിയോ സഹോദരനോ ഒരു വല്യപ്പനോ വല്യമ്മയോ എവിടെ ഒരു പാ പിരിച്ച് അവിടെ മുട്ടുമടക്കി നിന്നാലും അനുഗ്രഹത്തിന്റെ ഭണ്ഡാകാരം തുറന്നിരിക്കുന്നു. നിങ്ങൾ ചോദിച്ചു വാങ്ങിക്കണം. എന്തിനാ ഈ ദൈവം അനുഗ്രഹവും കൃപയും അവിടെ നിറച്ചു വെച്ചിരിക്കുന്നത്? നമുക്ക് വേണ്ടിയിട്ടല്ലേ? നമുക്ക് വേണ്ടിയിട്ടല്ലേ? ദൈവത്തിന് മഹത്വം. ഞാൻ ഇപ്രകാരം പ്രാർത്ഥിക്കുണ്ടായി. ഇന്നലെ വാർദ്ധക്യത്തിലേക്ക് വന്ന പലരുമുണ്ട് കൂട്ടായ്മയിൽ. നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് അരച്ച തലകളുടെ എണ്ണം ഒത്തിരി കൂടി വരുവാണ്. എന്നെ പോലെയുള്ളവരൊക്കെ. ദൈവത്തിന് സ്തോത്രം. നല്ല പ്രായമായി, നടക്കാനൊക്കെ ബുദ്ധിമുട്ടായി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പൊതുവെ ബലമില്ലാണ്ടായി. എന്നാൽ ദൈവമക്കളെ, എൻ്റെ യേശുവപ്പ പ്രാർത്ഥിക്കാൻ പാടില്ലേ? ഹല്ലേലൂയ. കിടന്നുകൊണ്ടാണെങ്കിലും പ്രാർത്ഥിക്കാൻ പാടില്ലേ? എഴുന്നേക്കാൻ പറ്റില്ല, കിടക്കുവാതിരിക്കട്ടെ. എൻ്റെ യേശുവപ്പ ഈ കൂട്ടായ്മയിലെ ദൈവമക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഈ കൂട്ടായ്മയെ വചനം നൽകി നടത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൈവമക്കളെ കർത്താവെ സത്യത്തിൻ്റെ പാതയിൽ ആത്മാവിൻ്റെ ആ ശക്തിയിൽ നിറച്ച് നടത്തണമേ. പ്രാർത്ഥിക്കാൻ പാടില്ലേ? നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്ക്. നമ്മുടെ ആയിരക്കണക്കിന് ആളുകൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി, അല്ലെങ്കിൽ ഊണിലും ഉറക്കത്തിലും നടപ്പിലും എടുപ്പിലും വണ്ടി ഓടിക്കുമ്പോഴും എല്ലാം ഹല്ലേലൂയ ഹല്ലേലൂയ അനുഗ്രഹം പകർന്നു തരണമേ എന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച്. ദൈവമക്കളെ, തീ ആളിക്കത്ത് നമ്മുടെ കൂട്ടായ്മയിൽ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ പുണ്യനാമത്തിന് നന്ദിയുടെ സ്തോത്രം. വേദപുസ്തകത്തിൽ യാക്കോബിനെ കുറിച്ച് പറയില്ലേ? 32-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു. മല്ല് പിടിച്ച് പ്രാർത്ഥിക്കണം. ഇത് തരാതെ ഞാൻ നിന്നെ വിടുകയില്ല. വായിച്ചേ. എന്നെ വിടുക, ഉഷസ് ഉദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. ദൈവമക്കളെ, ഇന്ന് നമുക്ക് വേണ്ടി സ്വർഗം ക്രമീകരിച്ചു വെച്ചിരിക്കുന്ന അനുഗ്രഹം ഒട്ടും ബാക്കിയില്ലാതെ ഞങ്ങൾക്ക് ഇപ്പോൾ പകർന്നു തരണമേ നിങ്ങൾ പ്രാർത്ഥിച്ച്. ഏതനുഗ്രഹമാണ് നിങ്ങൾക്ക് വേണ്ടത്? വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. ആ എഫേസ്യർ 1:3 വായിച്ച്. എഫേസ്യർക്ക് ലേഖനം 1-ാം അധ്യായത്തിന് 3-ാമത്തെ വാക്യം. മല്ല് പിടിച്ചുള്ള പ്രാർത്ഥന. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും. ഓ ഹല്ലേലൂയ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഈ യേശു നമ്മുടെ മധ്യത്തിൽ തേജസ്സോടെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു തുറക്കപ്പെട്ട തിരുവിലാവിൽ നിന്ന് ഒഴുകി വരുന്ന തങ്കച്ചോരയുമായി നമ്മുടെ മധ്യത്തിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അത് ഒരിക്കലും വറ്റാത്തതായൊരു ഉറവയാണ്. അവിടെ നിന്ന് തങ്കച്ചോര വാർന്നൊലിക്കുന്നുണ്ട്. അതിന്റെ സുഗന്ധം നിങ്ങൾ മണക്കുന്നില്ലേ? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച ദൈവമക്കൾ, ഇവിടെ എഴുന്നേറ്റ് പോകുന്നതിന് മുൻപ് ചങ്ക് പൊട്ടി ഒഴുകുന്ന ജീവരക്തത്താൽ എൻ്റെ നെറ്റിമേലൊരു അടയാളമിട്ട് എന്നെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കണമേ. ദൈവമക്കളെ, ഇപ്പോൾ അത്ഭുതം നടക്കും. നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. കർത്താവ് ക്രൂശിൽ ചൊരിഞ്ഞ തങ്കച്ചോരയ്ക്ക് ഏത് കൊടിയ പാപിയെയും രൂപാന്തരപ്പെടുത്തി ശുദ്ധീകരിക്കാൻ സാധിക്കും. ഏത് രോഗത്തെയും സൗഖ്യമാക്കാൻ സാധിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കൃഷി ജീവിതത്തിൽ ഇന്നലകളില്ല. അനുഗ്രഹത്തിന്റെ ഭണ്ഡാകാരം തുറന്നിരിക്കുകയാണ്. അതാണ് കാൽവറിയിൽ തുറക്കപ്പെട്ട തിരുവിലാവ്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും തങ്കച്ചോര വാർന്നിരിക്കുന്ന ക്രൂശിൻ ചൂട്ടിൽ മുട്ടുമടക്കുകയാണ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അനുഗ്രഹം കിട്ടിയോ നിങ്ങൾക്ക്? ഉള്ളം കൊണ്ട് പറഞ്ഞോ നിങ്ങൾ, കർത്താവ് എനിക്കൊരു നല്ല ഹൃദയം തരാമോ? നീ വസിക്കുന്ന നിന്റെ ഹൃദയപ്രകാരമുള്ളൊരു മനുഷ്യനാക്കി. ഹല്ലേലൂയ പറഞ്ഞാൽ എൻ്റെ പൊന്നു കർത്താവ് കേൾക്കില്ലേ? ഈ കരികെട്ടി ഒന്ന് തീ പിടിപ്പിച്ച് തരാമോ? എന്ത് വേണം നിങ്ങൾക്ക്? ഒന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ കിട്ടാണ്ട് പോകരുത് കേട്ടോ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു പ്രവർത്തിക്കട്ടെ, യേശു മഹത്വം എടുക്കട്ടെ. ഒന്ന്, എന്നെ നിർബന്ധമായും അനുഗ്രഹിക്കണം. രണ്ടാമത്തെ എന്താണ്? എബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും. രണ്ടാമത്തെ പ്രാർത്ഥന എന്നറിയാം, എന്റെ അതിര് വിസ്തീർണമാക്കണം. എല്ലാവർക്കും മൈ ടെറിറ്ററി. ദൈവത്തിന് സ്തോത്രം.
എൻലാർജ് മൈ ബോർഡർ. അർത്ഥം എനിക്ക് മനസ്സിലായി. എൻ്റെ അതിര് വിശാലമാക്കണം. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കാന്നിരിക്കട്ടെ. ഒരു രാജ്യം, അതിൻ്റെ ഒരു ഭാഗം അയൽ രാജ്യത്തെ രാജാവ് യുദ്ധം ചെയ്ത് പിടിച്ചുകൊണ്ടുപോയി. ദൈവത്തിന് അതിര് കുറഞ്ഞുപോയി. അപ്പോൾ ഒരു യുദ്ധം നടക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയ അതിര് എനിക്ക് തിരിച്ചു പിടിക്കണം. വിസ്തരണം വലുതാക്കണം. എല്ലാവർക്കും നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ജോലി അത് കുറച്ചുകൂടെ ഉയർന്നതായ ശമ്പളവും ഉയർന്നതായ പദവിയും കിട്ടുന്ന ആഗ്രഹമില്ലേ? ബാങ്ക് ബാലൻസ് വർദ്ധിക്കണം നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? രോഗം മാറി ആരോഗ്യം വർദ്ധിക്കണം നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? കൂട്ടായ്മയിലെ ആളുകൾ വർദ്ധിച്ചു വരണം, ആത്മനിർഭരമുള്ളവരുടെ എണ്ണം കൂടണം നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? കുറെ കൂടി വിശാലമായിരിക്കുന്ന സ്ഥലത്തേക്ക് സുവിശേഷം പടർന്ന് കത്തിപ്പടരണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. എബ്ബേസ് പ്രാർത്ഥിച്ചു. അവസാനത്തെ വാക്യം പ്രാർത്ഥിച്ചതൊക്കെയും കൊടുത്തു എന്നാ പറയണേ. ദൈവത്തിന് സ്തോത്രം. അരിമനാഥൻ അനുഗ്രഹത്തിന്റെ ഭണ്ഡാകാരം തുറന്ന് അനുഗ്രഹിക്കാൻ വേണ്ടി കരങ്ങൾ ഉയർന്ന് നിൽക്കുന്ന ഈ സമയത്ത് ദൈവത്തിന് സ്തോത്രം ഒന്ന് പ്രാർത്ഥിച്ച് മേടിച്ചുകൊണ്ടേ പോവുള്ളൂ. കർത്താവേ, അതിര് വിശാലമാക്കണം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സ്നേഹം കുറഞ്ഞുപോയി കർത്താവേ, സ്നേഹത്തിൻ്റെ ഹൃദയം അങ്ങ് വിശാലമാക്കി തരണം. ഏത് ശത്രുക്കളിലേക്ക് പോലും എൻ്റെ സ്നേഹം ഒഴുകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധിയുടെ ആഴം വർദ്ധിക്കണം, വിശ്വാസത്തിൻ്റെതായ വീര്യം വർദ്ധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമർപ്പണം ആഴത്തിലേക്കാക്കണം. നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചാൽ മതി. ഇപ്പോൾ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, കൂട്ടായ്മ വളരണ്ടേ? അതിര് വിശാലമാക്കണം. നിങ്ങളും തീരുമാനിക്കുക. കഠിനാധ്വാനം ചെയ്യാം. സ്നേഹത്തിൻ്റെ അതിര്, ആത്മാവിൻ്റെ അതിര്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്ക് ഒരേ ദൗത്യമല്ലേ ഉള്ളൂ. ദി ഓൺലി മിഷൻ ഈസ് ഇവാഞ്ചലൈസേഷൻ. പാപിയുടെ മാനസാന്തരമാണ്. പാപിയുടെ മാനസാന്തരം. ദൈവമക്കളെ, അതിനെന്ത് വേണം? നമ്മളെല്ലാവരും ആത്മാവിൽ അതിര് വിശാലമായി. പാത്രം എന്തുമാത്രം വേണേലും വലുതായിക്കൂ. ആത്മാവിനെ നിങ്ങൾക്ക് പകർന്നു തരും. ഒന്ന്, നിശ്ചയമായി അനുഗ്രഹിക്കണം. രണ്ട്, അതിര് വിശാലമാക്കണം. അതിനെന്ത് വേണം? മൂന്നാമത്തെ കാര്യം എന്താണ്? മൂന്നാമത്തെ കാര്യം, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്നെ അതിൽ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന്. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. അതെന്ത് കൊതിയായിരിക്കുന്ന ഒരാഗ്രഹമാണ്. ദൈവത്തിന് സ്തോത്രം. എന്താ പ്രാർത്ഥിച്ചത്? കർത്താവേ, അതിര് വിശാലമാക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി അധ്വാനിക്കാൻ എനിക്ക് മനസ്സാണ്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ നിന്റെ കൈ എന്നോട് കൂടി ഇരിക്കണം എന്ന് പറഞ്ഞാൽ നിന്റെ തിരുസാന്നിധ്യം എനിക്കുണ്ടായിരിക്കണം. നിന്റെ തിരുസാന്നിധ്യം എനിക്കുണ്ടായിരിക്കണം. നിങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ, മോശ പ്രാർത്ഥിച്ചില്ലേ ദൈവത്തോട്, നിന്റെ തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ എന്നെ അയക്കരുത്. ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് തീരുമാനിച്ചേ നമ്മുടെ കൂട്ടായ്മയുടെ പ്രകൃതി മാറും. ദൈവത്തിന് സ്തോത്രം. ഓരോ വ്യക്തിയും രാവിലെ എഴുന്നേറ്റ് നീ എന്നോട് കൂടെ ഇരിക്കണം, വ്യക്തമായി പ്രാർത്ഥിക്കണം. യേശു ഇല്ലാത്ത, ആത്മാവ് നടത്താതെ ഒരു സ്റ്റെപ്പ് ഈ ഭൂമിയിൽ എടുത്തു വെക്കാൻ എനിക്ക് ഇടവരരുത്. ഒരു വാക്ക് പറയാൻ ഇടവരരുത്. നിങ്ങൾ ഓരോരുത്തരും തികഞ്ഞ വിശ്വസ്തരായി മാറണം. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. കർത്താവിനോട് ചേർന്നടക്കുന്ന ഒരു അനുഭവം. ഞാൻ അല്പം നടക്കും അതിലെ. അപ്പൊ കർത്താവേ, എമ്മൗസിലേക്ക് കയറുന്ന ശിഷ്യന്മാരോട് ചേർന്ന് നടന്നു പോലെ നീ എന്നോട് പറ്റിച്ചേർന്ന് നടക്കണം കർത്താവേ. എന്നിട്ട് ഞാൻ പറയാറുണ്ട്, കർത്താവേ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കർത്താവ് ഞാനും കൂടി ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ രഹസ്യമായും അല്പം ഒച്ചത്തിലും പറഞ്ഞുകൊണ്ട് ഒന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. ദൈവത്തിൻ്റെ മഹത്വം. ദൈവമക്കളെ, ഉറങ്ങുമ്പോഴും അതിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കിടക്കുമ്പോൾ അങ്ങ് അറിയാതെ ഉറങ്ങിപ്പോകും. എഴുന്നേൽക്കുമ്പോൾ ആ കാൽപാദം മുത്തിക്കൊണ്ട് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കും. ആത്മീയ ജീവിതം എന്ത് മധുരമാണെന്നറിയാമോ? ഒരു പിരിയാത്ത ബന്ധം, തായ്തൊണ്ടനോട് ചേർന്നിരിക്കുന്ന ചില്ലി പോലുള്ളതായിരിക്കുന്ന ബന്ധം. ഈ ലോകത്തിന് വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ വേർതിരിക്കാൻ സാധ്യമല്ലാത്ത ബന്ധം. എന്നോട് കൂടെ ഈ ലോകത്തിൽ സകല ചലനത്തിലും വാക്കിലും കൂടെ ഇരിക്കണം. അടുത്ത എന്താണ്? അനർത്ഥം എനിക്ക് വ്യസന കാരണമായി. ദൈവത്തിന് മഹത്വം. കർത്താവിന് സ്തോത്രം. അനർത്ഥം വ്യസന കാരണമായി തീരരുത്. ദൈവത്തിന് മഹത്വം. ഈവിൾ മേ നോട്ട് ഹർട്ട് മീ. മാത്രമല്ല, ദൈവത്തിന് സ്തോത്രം, അത് ഒരു വേദന കാരണമായി വരരുത്. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായോ? എൻ്റെ ജീവിതത്തിൽ ഒത്തിരി തന്നെ വേദനിപ്പിച്ച് കർത്താവേ, ഒത്തിരി തന്നെ ദുഃഖിപ്പിച്ച് കർത്താവേ. ഞാൻ പറഞ്ഞ വാക്കുകൾ എന്തെല്ലാമാണ്? എൻ്റെ കണ്ണ് എന്തെല്ലാമാണ് കണ്ടുപോയത്? എൻ്റെ ഈ കൈ എന്തെല്ലാം തൊട്ടുപോയതാണ്? ഈ കാലുകൾ എങ്ങോട്ട് നടന്നു പോയതാണ്?
ദൈവത്തിൻ്റെ മന്ദിരമായി ചമച്ചതായ എൻ്റെ ശരീരം എന്തിനെല്ലാം വിട്ടുകൊടുത്തതാണ്. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കണം, കർത്താവേ, കീപ് മീ ഫ്രം ഓൾ ഈവിൾസ്. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ഇനി ഞാൻ നിനക്കൊരു വ്യസനകാരണമായി മാറരുത്. നിന്റെ തിരുത്തത്താൽ എന്നെ കഴുകിത്തരണം. നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാമോ? വ്യക്തമായൊരു തീരുമാനം എടുത്ത് ദൈവമക്കൾ ഓരോരുത്തരും. തെറ്റുപറ്റിപ്പോയി നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? വാക്കിലും നോക്കിലും ചലനത്തിലും ഹല്ലേലൂയ കറ പറ്റിപ്പോയി നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? അരുമനാഥന്റെ തിരക്തം ഗുണകരമായി സംസാരിക്കുന്ന ഒരു നിമിഷമായി മാറട്ടെ. ഹല്ലേലൂയ. എല്ലാവരും ക്രൂശിൻ ചോട്ടിലേക്ക് വന്ന മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തങ്കുപൊട്ടി ഒഴുകുന്ന, ശുദ്ധീകരിക്കുന്ന, ഹല്ലേലൂയ, ആത്മാവിനെ പകർന്നു തരുന്ന കുഞ്ഞാടിന്റെ ആ പച്ച ഒരടുക്കലേക്ക് നിങ്ങൾ വന്നു. കാന്തശക്തി നിങ്ങളെ ആകർഷിക്കുകയാണ്. ഞാനും അങ്ങോട്ട് അടുത്തു വരികയാണ്. വിറയലോടെ വിശ്വാസത്തിന്റെ കരം കൊണ്ട് ആ രക്തം മാർന്നൊലിക്കുന്ന കർത്താവിനെ ഒന്നങ്ങ് കെട്ടിപ്പിടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒത്തിരി നിന്നെ വേദനിപ്പിച്ചു, എൻ്റെ ഭാര്യയെ വേദനിപ്പിച്ചു, എൻ്റെ മാതാക്കന്മാരെ വേദനിപ്പിച്ചു, കൂട്ടായ്മയിലുള്ളവരെ ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഞാൻ കർത്താവേ ഒരു കാര്യം തീരുമാനിക്കുകയാണ്. ഇനി ഞാൻ ഒരിക്കലും ഒരു വ്യസന കാരണമായി തീരുകയില്ല. ഇനി മനുഷ്യനെയും ദൈവത്തെയും ഞാൻ വേദനിപ്പിക്കുകയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിർണായകമായ തീരുമാനമുണ്ടോ നിങ്ങൾക്ക്? വ്യക്തമായ തീരുമാനമുണ്ടോ നിങ്ങൾക്ക്? ഇന്ന് മുതൽ ഞാൻ വിശുദ്ധ ജീവിതം നയിക്കും. ഇന്നു മുതൽ ഞാൻ കറ പറ്റാത്ത ജീവിതം നയിക്കും. ഇപ്പോൾ എന്നെ തിരുത്തത്താൽ എന്ന് കഴുകിത്തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നു മുതൽ ഞാൻ എല്ലാം കൊണ്ടും തീ പിടിച്ച ഒരു പുതിയ സൃഷ്ടി ആയിരിക്കും എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാമെങ്കിൽ അരുമനാഥന്റെ കരം നിങ്ങളുടെ തലമേൽ വരും. ആ തീരുമാനമുള്ള ദൈവമക്കൾ വളരെ വ്യക്തമായി തീരുമാനത്തോടെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഓലകാലപാലപാതപ, ഹല്ലേലൂയ. ആത്മാവ് ഇറങ്ങട്ടെ, രക്ത ഓലകാലപാതപ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്തം ഗുണകരമായി സംസാരിക്കട്ടെ. ശാപങ്ങൾ മുറിഞ്ഞു പോകട്ടെ. ക്രൂശിലെ രക്തം അടയാളമിട്ട് വേർതിരിക്കട്ടെ. ഹല്ലേലൂയ. കൂട്ടായ്മയെ ശക്തീകരിക്കട്ടെ. അതിര് വിശാലമാകട്ടെ. ആത്മാവിന്റെ തീ കത്തി പടരട്ടെ. സകലരും കത്തി ജ്വലിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.